ഇ.ഡി. ഉദ്യോഗസ്ഥരെ ആക്രമിച്ച കേസിലെ പ്രതികളുടെ മ്യൂസിയം സ്റ്റേഷനിലെ ഓണാഘോഷത്തിൽ കടുത്ത നടപടിക്ക് ആഭ്യന്തര വകുപ്പ്. പ്രതികളുടെ ജാമ്യം റദ്ദാക്കാൻ പോലീസ് കോടതിയിൽ നൽകിയ അപേക്ഷ ഓണ അവധിക്ക് ശേഷം പരിഗണിക്കും. ഒന്നാം പ്രതി നിതിൻ രാജ്, 16-ാം പ്രതി IP ബിനു എന്നിവരുടെ ജാമ്യം റദ്ദാക്കണമെന്നാണ് ആവശ്യം. സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ A. സന്തോഷ് കുമാറാണ് കോടതിയിൽ അപേക്ഷ നൽകിയത്. ആർ റോഷിപാലുണ്ട് വിശദാംശങ്ങൾ നൽകാൻ. റോഷിപാൽ, ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥരെ AR ക്യാമ്പിലേക്ക് മാറ്റി. ഇതിൽ പ്രതികളുടെ കാര്യത്തിൽ ഇനി കടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ്. അപേക്ഷയിൽ എന്തൊക്കെയായിരിക്കും പറയുക? ഇ.ഡി. ഉദ്യോഗസ്ഥന്മാരെ ആക്രമിച്ച കേസിലെ രണ്ട് പ്രധാനപ്പെട്ട പ്രതികൾ, അത് IP ബിനുവും നിതിൻ രാജും, മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ തന്നെ ഓണം ആഘോഷിച്ചപ്പോൾ അത് കൃത്യമായൊരു സന്ദേശമാണ് സാക്ഷികൾ കൂടി. ഉദ്യോഗസ്ഥന്മാർക്കുള്ള തങ്ങൾക്കുള്ള സ്വാധീനം അത് കേസ് അട്ടിമറിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരം ആഘോഷത്തിന്റെ ഭാഗമായി ഈ രണ്ട് പ്രതികളും അവിടെ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ എത്തിയത് എന്ന വാദമാണ് കോടതിയിൽ പ്രോസിക്യൂഷൻ ഉയർത്തുന്നത്. മാത്രമല്ല, ജാമ്യ വ്യവസ്ഥ ലംഘിച്ചിട്ടുണ്ട് എന്നുകൂടി അവിടെ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. പക്ഷേ മറ്റൊരു വാദം IP ബിനു ഉൾപ്പെടെ ഉയർത്തുന്നത് പോലീസ് സ്റ്റേഷന്റെ പുറത്താണ് ഇത്തരമൊരു ആഘോഷം നടക്കുന്നത്. പോലീസ് സ്റ്റേഷനിൽ മൊഴി നൽകാനെത്തിയപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ഊഞ്ഞാൽ ഉപയോഗിച്ചു എന്നതിനപ്പുറത്തേക്ക് പോലീസ് സ്റ്റേഷനകത്തോ പോലീസ് സ്റ്റേഷൻ വളപ്പിലോ പോലീസിന്റെ ഓണാഘോഷത്തിന്റെ ഭാഗമായിട്ടില്ല എന്ന വാദമാണ്. ഏതായാലും ഇത് സംബന്ധിച്ച് കോടതി ഓണത്തിന് ശേഷമാണ് ഈ ഹർജി പരിഗണിക്കുക. കാരണം ഇത് വലിയ നാണക്കേടുണ്ടാക്കിയിട്ടുണ്ട് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം. ED ആണെങ്കിൽ ഈ കാര്യത്തിൽ കടുത്ത നിലപാടിലേക്ക് പോവുകയാണ്. പോലീസ് പ്രതികളെ സഹായിക്കുന്നു എന്ന വിലയിരുത്തലിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ആണ് ഇത്തരമൊരു നടപടികളിലേക്ക് ഇപ്പോൾ പ്രോസിക്യൂഷൻ കൂടി കടക്കുന്നത്. അവിടെ ഉണ്ടായിരുന്ന ഉദ്യോഗസ്ഥന്മാർക്ക് താൽക്കാലികമായി അവരെ AR ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇനി അന്വേഷണം പൂർത്തിയായി കഴിഞ്ഞാലാണ് അവർക്കെതിരെയുള്ള നടപടി സംബന്ധിച്ച് തീരുമാനമുണ്ടാവുക. ഏതായാലും IP ബിനുവിനെയും നിതിൻ രാജിന്റെയും ജാമ്യം റദ്ദാക്കണം എന്ന ആവശ്യമാണ് പ്രോസിക്യൂഷൻ കോടതിയിൽ ഉയർത്തുക. വ്യക്തമാണ്. ആർ റോഷിപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.